ലാസ്ലോ പോൾഗാർ ഒരു ഹംഗേറിയൻ ചെസ് മാസ്റ്ററാണ്, റിസർച്ചറാണ്. അദ്ദേഹം ലോകത്തിന് മുമ്പാകെ ഒരു കാര്യം തെളിയിക്കുവാൻ വേണ്ടി ഉദ്യുക്തനാവുകയാണ്. വേറെ ഒന്നുമല്ല, ജീനിയസ് എന്ന് പറയുന്നത്, അസാമാന്യമായ പ്രതിഭാവിലാസം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ടുണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് അത് വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് ലോകത്തിന് മുമ്പാകെ അദ്ദേഹത്തിന് തെളിയിക്കണം. അതിന് അദ്ദേഹം പരീക്ഷണത്തിന് വേണ്ടി വിധേയമാക്കുന്നത് വേറെ ആരെയുമല്ല, എൻ്റെ സ്വന്തം കുടുംബത്തെ തന്നെയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് വേണ്ടത് ഒരു കുടുംബമാണ്. അതിനുവേണ്ടി ഇതേ വേവ്ലെങ്ത്തിൽ ചിന്തിക്കുന്ന, ഇതേ മിഷൻ സർവാത്മന ഏറ്റെടുക്കാൻ സന്നദ്ധമായ ഒരു ഇണയെ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ മറ്റൊരു ചെസ് മാസ്റ്ററായിട്ടുള്ള ക്ലാര എന്ന് പറയുന്ന വനിതയെ കണ്ടെത്തുകയും അവരെ ജീവിതസഖിയായി കൂടെ കൂട്ടുകയും ചെയ്യുകയാണ്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. നമുക്കുണ്ടാകുന്ന മക്കളെ ആഴത്തിലും പരപ്പിലും അതിനെല്ലാ ഗഹനതയിലും ചെസ്സ് പഠിപ്പിക്കും. അങ്ങനെ അവരെ ലോകോത്തര ചെസ്സ് കളിക്കാരാക്കി മാറ്റും. ലോകത്തിന് മുമ്പാകെ ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും മഹാപ്രതിഭകളെ സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിയുമെന്ന് തെളിയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതായിരുന്നു അവരുടെ റെസൊല്യൂഷൻ, അവരുടെ തീരുമാനം, അവരുടെ ദൃഢനിശ്ചയം. അങ്ങനെ ആ കുടുംബത്തിൽ 3 കുട്ടികളുണ്ടായി, 3 പെൺകുഞ്ഞുങ്ങൾ. ഒന്ന് സോഫിയ പോൾഗാർ, മറ്റൊന്ന് ജൂഡിത്ത് പോൾഗാർ, വേറൊന്ന് സാറ പോൾഗാർ. ഈ 3 കുട്ടികളെയും അവർ സ്കൂളിലേക്ക് അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന പാഠങ്ങൾ, പല വിഷയങ്ങളിലൂടെയുള്ള പാഠങ്ങൾ, എലിമെൻ്ററി എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കും. എന്നാൽ അവരുടെ സമയത്തിൻ്റെ സിംഹഭാഗവും ലയൺ ഷെയറും അവർ കുട്ടികളെ ചെസ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നീക്കിവെക്കുമെന്നുള്ളതാണ് അവർ തീരുമാനം. അങ്ങനെ 3 വയസ്സ് മുതൽ അവർ ചെസ്സ് അഭ്യസനം തുടങ്ങി. വളരെ പെട്ടെന്ന്, ഏതാനും വർഷങ്ങൾ കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവർ മികച്ച ചെസ്സ് കളിക്കാരായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രദേശത്തുള്ള ഏതൊരു ചെസ്സ് കളിക്കാരനെയും വളരെ യങ് ഏജിൽ തന്നെ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള കുട്ടികളായിട്ട് അവൾ വളർന്നു. 14 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ പല തരത്തിലുള്ള ലോകോത്തര പദവികളിലേക്ക് എത്തുകയാണ്. ലോക ചെസ് മാസ്റ്ററായിട്ട് മാറുന്നു, ഗ്ലോബൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സായിട്ട് മാറുന്നു, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വനിതാ കളിക്കാരായിട്ട് മാറുന്നു. അതിവേഗം അവർ സെലിബ്രിറ്റീസായിട്ട് അവർ ഉയരുന്നു. അതുവഴി അവർക്ക് ധാരാളം പണം സമ്പാദിക്കുവാനൊക്കെ കഴിയുന്നു. പിന്നീട് ഗവേഷകർ അവർക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുവാൻ വേണ്ടി തുടങ്ങി. പുസ്തകങ്ങളൊക്കെ രചിക്കപ്പെട്ടിരുന്നു. ഈ ലാസ്ലോ പോൾഗാറിൻ്റെ തന്നെ ഒരു പുസ്തകമുണ്ട്, ജീനിയസ് ബിൽഡപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊച്ചുനാളിൽ തന്നെ കുട്ടികളെ പിടികൂടേണ്ടിയിരിക്കുന്നു. അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കുട്ടികൾ സ്വന്തമായിട്ടാണെങ്കിലും അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടാലൻസ് എന്താണ്, അവരുടെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസുകൾ ഏതാണ്, അവരുടെ മികച്ച പൊട്ടൻഷ്യൽ കാലിബർ ഏതാണ്, ഇത് നിരന്തരമായി നിരീക്ഷിക്കുകയും അത് കണ്ടെത്തുകയും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വ്യക്തമായ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് സ്കൂളിലെ സംവിധാനങ്ങൾ മാത്രം മതിയാവുകയില്ല. പുറത്തു നിന്നുള്ള ഏജൻസികളുടെ, പ്രൊഫഷണൽ ഏജൻസികളുടെ പിന്തുണയോടുകൂടി, അവരുടെ സഹകരണത്തോടു കൂടി കുട്ടികൾക്ക് അവരുടെ ഈ പൊട്ടൻഷ്യൽ ടാലൻറ്റിനെ, അവരുടെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാവിലാസത്തെ അതിൻ്റെ ഉന്നതിയിലേക്ക്, അതിൻ്റെ ഏറ്റവും ഉച്ചിയിലേക്ക്, അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള നിരന്തരമായ പരിശീലനമാണ് നൽകേണ്ടത്. പോൾഗാർ ഫാമിലിയിൽ എന്താണ് കാണുന്നത്? അവിടെ ഒരു ഫാമിലിയുടെ യൂണിയനാണ്, അവിടെ ഒരു കൊളാബറേഷനാണ്, അതൊരു കോമ്പൗണ്ട് എഫക്റ്റാണ്, അതൊരു കളക്റ്റീവ് എഫിക്കസിയുടെ റിസൾട്ടാണ്. ഒരു പക്ഷേ നാമൊക്കെ വിധേയമായിട്ടുള്ള പാരൻറ്റിങ്ങും നാമൊക്കെ വിധേയമായിട്ടുള്ള എഡ്യൂക്കേഷനും ഏതൊക്കെയോ എവിടൊക്കെയോ ചില ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മയൊക്കെ ഇതുപോലെ കൊച്ചുനാളുകളിൽ നമ്മുടെ കൊച്ചു കൊച്ചു പ്രതിഭകളെ കണ്ടെത്തുവാനും അതിനെ വനോളം നർച്ചർ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനിയുള്ള കാലം അങ്ങനെയല്ല. 21-ാം നൂറ്റാണ്ടിലെ കുട്ടികളെ, ന്യൂജൻ സ്റ്റുഡൻസിനെ അവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, ഫോർ എ ഫ്യൂച്ചർ ദാറ്റ് ഈസ് ഫെർവൻലി ഡിസൈഡ് ബൈ ദം, അവരുടെ ഉള്ളാൽ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ഭാവിയിലേക്ക് അവരെ നയിക്കുവാൻ, അവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഈ സമൂഹത്തിനും ബാധ്യതയുണ്ട്. ലാസ്ലോ പോൾഗാറിൻ്റെ ജീവിതം അതിന് നമുക്ക് മാർഗദർശിയാണ്. നമുക്ക് ആ തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് സ്വയവും വളരുവാനുള്ള അവസരം ഉണ്ടാകുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.